ഏതെങ്കിലും വ്യക്തിക്ക് പട്ടയഭൂമി അല്ലെങ്കിൽ പട്ടയം രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ രേഖകൾ കൊണ്ട് അവിടെ ഓഫീസിലേക്ക് എത്തുക, കൃത്യമായി NOC തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയ തരത്തിലുള്ള വൻകിട മുതലാളിമാരാണ് ഇതിൽ കളിക്കുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ വൻകിട മുതലാളിമാരെ മൂടി വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന വ്യക്തിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കലും ഏതെങ്കിലും അല്ലെങ്കിൽ സത്യസന്ധരായ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കും ഇതിനെ എതിർക്കാനിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ശ്രീ വെങ്കിട്ടരാമൻ പോലെ വ്യക്തികൾക്ക് ഇപ്പോൾ ഇതിന്റെ മൂന്നാർ ഭാഗത്ത് അത്യാവശ്യം തന്നെ ഒരു ഐക്യദാർഢ്യ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യദാർഢ്യം സമീപിച്ച് പല യുവജന വിദ്യാസംഘടന മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള എത്രയോ നല്ല ചങ്കുറ്റമുള്ള യുവാക്കൾ അല്ലെങ്കിൽ നല്ല നിലയുള്ള ഉദ്യോഗസ്ഥർ കടന്നവരാണെങ്കിൽ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ മൂന്നാറിലെയും ദേവകുളത്തിലും ജനങ്ങൾ ഇനി മുന്നിലേക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ഇനി മുന്നോട്ട് പോകുവാൻ കഴിയും? ഇന്ന് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തുമ്പോഴും ദേവികുളം സബ് കളക്ടർക്ക് പൂർണ്ണ പിന്തുണ എന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മൂന്നാറിൽ ഏത് തരത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഒരു ഒത്തുതീർപ്പിൻ്റെ സ്വരം മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിൽ റിപ്പോർട്ടുകളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അത് പഠിക്കാൻ ഇനിയും സമയം എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചതും. ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഇപ്പോൾ ഇടുക്കിയിലെ യുവ നേതാക്കളൊക്കെ, മൂന്നാറിലെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ പിന്നിൽ അണിനിരക്കുമ്പോഴും അദ്ദേഹത്തിന് എത്ര നാൾ തുടരാൻ കഴിയും സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ? എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ശ്രീറാം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് പരിചയമുള്ള ആളല്ല. അദ്ദേഹത്തെ 2 തവണ ഹൈക്കോടതിയിൽ കണ്ടും 2 തവണ സംസാരിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം നിയമമാണ് ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. നിയമവിരുദ്ധമായി ഒന്നും അദ്ദേഹം ഇതുവരെ ചെയ്തതായി ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പിടിച്ചിട്ടുള്ളതൊക്കെ 10 കോടിയിലധികം സ്വത്തുള്ള വൻകിടക്കാരെ മാത്രമാണ്. നിയമം കർശനമായി നടപ്പാക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ശ്രീറാം ചെയ്യാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ക്വാറികളുടെ കാര്യത്തിൽ, അവിടുത്തെ വൻകിട കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ, അവിടുത്തെ വൻകിട കെട്ടിട നിർമ്മാണങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ നടപ്പാക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ശ്രീറാം ചെയ്യാത്തത് കൊണ്ട് വലിയ രാഷ്ട്രീയ പിന്തുണ സത്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ആ സീറ്റിൽ തുടർന്നു പോകാനുള്ള റവന്യൂ വകുപ്പിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ സമ്മതം മാത്രമാണ്. ആ സമ്മതം ഇന്ന് മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി അതൊരു മെസ്സേജായി തന്നെയാണ് കൊടുത്തത്. അദ്ദേഹത്തിന് ഏതായാലും അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്ന് മാറാൻ സാധിക്കുകയുമില്ല ഉടൻ തന്നെ. അതുകൊണ്ട് തന്നെ ശ്രീറാം ഇപ്പോൾ പോകുന്ന ആ നിലപാടുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലും ദ്രോഹിക്കാത്ത തരത്തിലുള്ള, എന്നാൽ വൻകിടക്കാരെ അക്കമിട്ട് നിരത്തുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും, ഇതാ കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള കേസുകൾക്കകത്ത് പോലും വളരെ പെട്ടെന്ന് റിപ്പോർട്ട് കൊടുത്ത് സർക്കാരിന് അനുകൂലമായ നീക്കം വരുത്തുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീറാമിന് ഈ നടപടികളുമായി മുന്നോട്ട് പോകാം, ശക്തമായി മുന്നോട്ട് പോകാം. ഈ ചർച്ച നയിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്കെല്ലാം അവർക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ദേവികുളം സബ് കളക്ടർക്ക് മുമ്പിൽ പറയുകയും അതിന്റെ റിസൾട്ട് വാങ്ങിക്കുകയും ചെയ്യാം. ശരി, എസ് രാജേന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ വീണ്ടും. ശ്രീ എസ് രാജേന്ദ്രൻ MLA, ഇന്ന് പ്രതിപക്ഷ നേതാവ് മൂന്നാർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എസ് രാജേന്ദ്രൻ MLA KSEBയുടെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നാണ്. അതിനൊരു വെല്ലുവിളിയും പ്രതിപക്ഷ നേതാവ് നടത്തുകയുണ്ടായി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കണം എന്ന വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന്. ഇത്തരം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ എസ് രാജേന്ദ്രൻ MLA തയ്യാറുണ്ടോ? പിന്നെന്താ, ആർക്കും അന്വേഷിക്കാലോ, സുതാര്യമായി അന്വേഷിക്കാലോ. അദ്ദേഹം, അതായത് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിനിധിയായ ശ്രീ AK മണി MLA ആയിരുന്ന കാലഘട്ടത്ത് അസൈൻമെന്റ് കമ്മിറ്റിയിൽ വെക്കുകയും അതിനെ ചെല്ലാൻ 3 രൂപ അടച്ച് 8 സെന്റ് ഭൂമി പട്ടയത്തോടുകൂടി കരസ്ഥമാക്കിയതുമാണ്. അതിന് യാതൊരു പേടിയും ആർക്കും. അതായത് ഈ അസൈൻമെന്റ് കമ്മിറ്റിയുടെ കാര്യമാണോ താങ്കൾ പറയുന്നത്? AK മണി അധ്യക്ഷനായ അസൈൻമെന്റ് കമ്മിറ്റിയുടെ മുന്നിൽ ഈ ഭൂമി വന്നു, അത് താങ്കൾക്ക് അനുവദിച്ചു കിട്ടി. കോൺഗ്രസ് നേതാവ് കൂടിയാണല്ലോ AK മണി. പക്ഷേ ഇത് റവന്യൂ വകുപ്പ് അസൈൻമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച ഭൂമിയല്ലേ? അല്ലാതെ ഈ ഭൂമിയിൽ നേരിട്ട് പോയി അന്വേഷണം നടത്താനുള്ള ചുമതല അന്നത്തെ MLA ആയിരുന്ന AK മണിക്കുണ്ടോ? അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഇതെല്ലാം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നു എനിക്കറിയാമല്ല. എന്തായാലും അസൈൻമെന്റ് കമ്മിറ്റിക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടല്ലോ. അതിന് ഫയൽ തയ്യാറാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ചെയ്തുള്ളതേ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിച്ചോട്ടെ. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രയാസമില്ല. അത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നു കിട്ടിയത് ആണല്ലോ. 2001, 2001 അസൈൻമെന്റ് ഓർഡറും 2000 ഡിസംബറിൽ
6 മാസം കഴിഞ്ഞിട്ടാണ് പട്ടയം തരുന്നത്. ആദ്യം 6 മാസം ഉള്ളപ്പോ അസൈൻമെന്റും പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പട്ടയവും തരുന്നത്. എല്ലാം UDF സർക്കാരിന്റെ കാലത്ത്, വീട് വെച്ചതും UDF സർക്കാരിന്റെ കാലത്ത് തന്നെ. അതെല്ലാം ഈ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. ഒന്ന് ഇടപെടുകയാണ് ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ. ഈ വിഷയം നേരത്തെയും ഉയർന്നു വന്നതാണ്. ഇന്ന് വലിയ കാര്യമായി എന്തിനാണ് പ്രതിപക്ഷ നേതാവ് എസ് രാജേന്ദ്രൻ MLA KSEB ഭൂമി കയ്യേറി എന്ന കാര്യം എടുത്തിട്ടത്? നേരത്തെയും പരിശോധനകൾ നടന്നിട്ടുള്ള ഒന്ന് തന്നെയല്ലേ ഇത്? മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു UDF സർക്കാരിന്റെ കാലത്താണ് ഇതെല്ലാം നടന്നത് എന്ന്. അന്ന് AK മണിയായിരുന്നു, അന്ന് UDF MLA ആയിരുന്നു അവിടെ ദേവികുളത്തുണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു ഈ അസൈൻമെന്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതും ഈ ഭൂമി അനുവദിച്ച് നൽകിയതുമെന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ചന്ദ്രലാൽ അതിലേക്ക് വരാം. ഞാൻ എന്തായാലും ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നുണ്ട്. ചന്ദ്രപാലിന്റെ മറുപടിക്ക് താങ്കളുടെ മറുപടി ഉണ്ടാവും. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരൂ. ദേവികുളം MLAക്കെതിരെ ഗുരുതരമായ ആരോപണമാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇപ്പോൾ കേട്ടത്. അതിനുള്ള മറുപടി പറയൂ. വളരെ വ്യക്തമായും ഈ കാര്യത്തിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥലമാണ് എന്ന് മുനിസിഫ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നതാണ്. പിന്നെ ഈ പട്ടയം എങ്ങനെ ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ അന്വേഷിക്കണം, യാഥാർത്ഥ്യം ജനത്തെ ബോധ്യപ്പെടുത്തണം. ഇടതുപക്ഷ ഗവൺമെൻറ് ഇതിനകത്ത് കുറച്ചുകൂടി പ്രതിബദ്ധതയോടുകൂടി അവർ അന്വേഷിക്കട്ടെ. അല്ലാതെ കൊണ്ടുവരാൻ എന്തായാലും ഇപ്പോൾ ഇല്ല എന്ന് ഈ ചന്ദ്രപാൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ. താങ്കൾ നേരത്തെ ഒഴിക്കൻ മട്ടിൽ പറഞ്ഞുപോയി ഏത് കോൺഗ്രസ് നേതാവാണ് അവിടെ ഉള്ളത് കയ്യേറ്റക്കാരായി എന്നൊക്കെ. പക്ഷേ എണ്ണമിട്ട് പറയുകയാണ്, അക്കമിട്ട് പറയുകയാണ് ചന്ദ്രപാൽ ചെയ്തത്. ഇന്ന് പലയിടങ്ങളിലും രമേശ് ചെന്നിത്തലയെ കൊണ്ടുപോയുമില്ല ഈ കോൺഗ്രസ് നേതാക്കൾ. ശ്രീ ഹരീഷ് വാസുദേവ് പറഞ്ഞു കേട്ടു കാണുമല്ലോ, വൻകിട മുതലാളിമാരുടെ കയ്യേറ്റവും റിസോർട്ട് നിർമ്മാണവുമാണ് അവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ തടയുന്നത്. അപ്പോൾ ആ റിസോർട്ട് മാഫിയയ്ക്ക് ഒത്താശ നൽകുന്നതിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. ഇപ്പോൾ പക്ഷേ എസ് രാജേന്ദ്രൻ MLAയുടെ കാര്യമാണ് മുന്നോട്ടെടുത്തു വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന്. അത് അദ്ദേഹത്തെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയായില്ലേ? അതിനേക്കാൾ വലിയ റിസോർട്ട് നിർമ്മാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇങ്ങനെ ഇത് തണുപ്പിക്കുന്നതിന് വേണ്ടി എന്ന് തോന്നുന്ന രീതിയിൽ എസ് രാജേന്ദ്രൻ MLAയുടെ പേര് എടുത്തിട്ടതും. അതിന് അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കട്ടെ എന്ന്. ഒരിക്കലുമല്ല. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ അടക്കം ഈ ആക്ഷേപങ്ങൾ വന്നപ്പോൾ ആ ആക്ഷേപങ്ങൾ വന്ന് കേന്ദ്രീകരിക്കപ്പെട്ടത് രാജേന്ദ്രൻ MLAയിലേക്കും അതേപോലെ തന്നെ മുൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ശശികുമാർ, ചിന്നക്കനാലിലെ